അപ്പോഴേ ഇന്നത്തെ ഉച്ചയൂണിന് ചോറിനൊപ്പം കൂട്ടാൻ പറ്റുന്ന വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 3 തരം കറി ആയാലോ? നമ്മൾ മലയാളികൾ കൊതിയോടെ കഴിക്കുന്ന നമ്മുടെ തേങ്ങാ ചമ്മന്തി, അവിയൽ, കൂട്ടത്തിൽ പപ്പടം, മസാല ഇട്ടത്. ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? നമുക്കപ്പോൾ ഉണ്ടാക്കിയാലോ? നാട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് അവിയൽ വെക്കണേൽ ചേനയും ചേമ്പും ഒക്കെ നിർബന്ധമാണ്. ഇവിടെ ചേനയുമില്ല ചേമ്പുമില്ല. കുറച്ച് കുമ്പളങ്ങയും കുറച്ച് കായും കുറച്ച് പടവളങ്ങയും ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ വെച്ച് അമ്മ ഉണ്ടാക്കുന്ന അത്രയില്ലെങ്കിലും അത്യാവശ്യം രുചിയിൽ നമുക്ക് നല്ലൊരു അവിയൽ ഉണ്ടാക്കാം. പച്ചക്കറിയൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലേക്ക് തന്നെയാണ് ഞാൻ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ അവിയലിന് അരിയുമ്പോഴേ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരേ രീതിയിൽ കട്ട് ചെയ്യാനല്ലേ ശ്രമിക്കാറ്. ഞാനും അങ്ങനെയൊക്കെ ട്രൈ ചെയ്യും. ചിലപ്പോൾ ഓക്കെ ആവും, ചിലപ്പോൾ പാളിപ്പോകും. ഇന്നിപ്പം ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ അളവിലൊക്കെ എന്ത് കഥയല്ലേ, നമ്മൾ കൂട്ടുന്നതല്ലേ. ഞങ്ങളിവിടെ 2 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും അളവും കോലും ഒന്നും വേണമെന്നില്ല. അവിയലിന് ഇച്ചിരി രുചി കിട്ടിയേച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാം. കാരണം ഞാൻ തലേദിവസമാണ് ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചത്. ഞാൻ എന്നും ഇതേപോലെ തലേദിവസമേ കറികൾക്കുള്ള കഷ്ണങ്ങളൊക്കെ പാകമാക്കി ഫ്രിഡ്ജിനുള്ളിൽ വെക്കും. കാരണം രാവിലെ കുറച്ച് സമയമേ ഉള്ളൂ, അതിനുള്ളിൽ നമുക്കെല്ലാം റെഡിയാക്കണ്ടേ. അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇത് മതി. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊന്നും ഒരുപാട് വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചിയേ പോയി കിട്ടും. നമുക്ക് കഷ്ണങ്ങൾ എപ്പോഴും ഓരോന്നോരോന്നായിട്ട് കിടക്കണം. ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ അവിടെ നിന്ന് വേകുമ്പോഴേക്കും അതിലേക്കിടാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അരപ്പിന് മെയിൻ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ അത്യാവശ്യം എടുത്തോ, തേങ്ങയാണല്ലോ ഇതിൻ്റെ രുചി. കൂട്ടത്തിൽ ചെറിയ ഉള്ളി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. പിന്നെ നമുക്ക് കുറച്ച് ജീരകം, ഇത്രയും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകരുതേ, ഇത്രയും മതി. ഇതുപോലൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതേ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. തൈര് ഒരു പുളിക്ക് വേണ്ടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് പച്ചക്കടുക്, അതൊന്ന് ചതച്ചെടുത്ത് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ പച്ചക്കടുക് ഒരു പ്രത്യേക ടേസ്റ്റ് തരും നമ്മുടെ അവിയലിന്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി പോലും എണ്ണ ചേർത്തിട്ടില്ല. വെളിച്ചെണ്ണയുടെ ഒരു അംശം പോലും ഇല്ല ഇതിൽ. എന്നാലും നമ്മുടെ അവിയൽ സൂപ്പർ രുചി തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ എല്ലാം ഫേവറേറ്റ് ഐറ്റം തേങ്ങാ ചമ്മന്തി. കുഞ്ഞുനാൾ മുതലേ തേങ്ങാ ചമ്മന്തി എനിക്കിഷ്ടമാണ്. നമ്മുടെ ലഞ്ച് ബോക്സിലെ ഒരു മെയിൻ ഐറ്റമാണ് നമ്മുടെ ഈ തേങ്ങാ ചമ്മന്തി. അപ്പോൾ അതിനായി കുറച്ച് തേങ്ങ, കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിൽ ഒറ്റ കറക്കം. നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി. അപ്പം ദേ നമ്മുടെ ഉച്ചയൂണിന് ചമ്മന്തിയായി, അവിയലായി. ഇനി കൂട്ടത്തിൽ പപ്പടം ഇല്ലേ, ഒരു സുഖമില്ലല്ലേ. അപ്പം നമുക്ക് പപ്പടം പൊള്ളിച്ചാലോ? സാധാരണ രീതിയിൽ പൊള്ളിക്കണ്ട, നമുക്കൊരു മസാല പപ്പടം ആയാലോ? ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം നമുക്ക് പപ്പടം പൊള്ളിച്ചെടുക്കാം. അതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കൊച്ചുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പൊള്ളിച്ച് വെച്ച പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ദേ മസാല പപ്പടം ഇവിടെ റെഡി. എന്ത് വേഗത്തിലാണ് നമ്മൾ കറികളെല്ലാം ഉണ്ടാക്കിയത്. വേഗമല്ലേ, കുറച്ച് സമയമായിട്ടുള്ളൂ. ഇനിയിപ്പം മടി പിടിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്കോ നമ്മുടെ ബാച്ചിലേഴ്സിനോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനോ എങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് വേഗത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസാണ് ഇതൊക്കെ. ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. നമ്മുടെ ചൂട് ചോറും അവിയലും ചമ്മന്തിയും പിന്നെ ഈ മസാല പപ്പടവും കൂടി ഇട്ട് ഇളക്കി കഴിക്കാൻ. ഇന്നത്തെ ഉച്ചയൂണ് എൻ്റെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായോ എല്ലാവർക്കും?